ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമ്മുടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി നമുക്ക് നന്ദി പറയാം. ഒരു വയോധികനായ പരദേശിയുടെ വേർപാട് ബൈബിൾ വചനത്തിൽ നിന്ന് ആസ്പദമാക്കി പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട് ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവീക സന്ദേശം കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പ്രകാരം പറയുന്നു: അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നു. അബ്രഹാമിൻ്റെ ജീവിതം ആദിയോടന്തം നമ്മൾ സൂക്ഷ്മതയോടെ പഠിക്കുകയാണെങ്കിൽ ദൈവവുമായി നല്ലൊരു ബന്ധം പുലർത്തിയ ഒരു മനുഷ്യനാണ് അബ്രഹാം. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് തൻ്റെ ആരംഭം ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. 2 നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിളി വിശ്വാസത്താൽ അനുസരിച്ചു എന്ന് എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല, ദൈവത്തെ വിശ്വസിച്ചതിനാൽ നീതീകരിക്കപ്പെട്ടു എന്ന് റോമർക്ക് ലേഖനം 4-ാം അധ്യായം അതിന് 3-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ അവിടം കൊണ്ടും തീർന്നു പോയിട്ടില്ല. യാക്കോബ് എഴുതിയ ലേഖനം 2:23 ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ സഹിത്വം ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പ്രാപിച്ചു. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 10-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവ നഗരത്തിനായി കാത്തിരുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. എന്നാൽ സുവിശേഷങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ അബ്രഹാം പോയിരിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാകുവാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നു പേർ പ്രാപിച്ചു. നമ്മളിന്ന് ചിന്തിക്കണം, മനുഷ്യൻ ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി പുറകിൽ നെട്ടോട്ടമോടുമ്പോൾ ലോകത്തിൻ്റെ പേര് പ്രാപിക്കുവാൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ പേരുകൾ ശാശ്വതമല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു പാട്ടുകാരൻ പാടി ഇപ്രകാരമാണ്: നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേര് എനിക്ക് എന്തിനാണെന്ന്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ അതിനെ അടിയുറപ്പിച്ച് പറയുകയാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ സ്നേഹിതനാകുവാനാണോ നിങ്ങൾക്കിഷ്ടം, അതോ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാനാണോ ഇഷ്ടം? ലോകത്തിൻ്റെ സ്നേഹിതന്മാർ ഇവിടം കൊണ്ട് തീർന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ ദൈവത്തോടൊപ്പം കൂടെ വസിക്കുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ കൽപ്പനകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കുക എന്നാണ്. ഈ ദിവസം കർത്താവിനെ നമുക്ക് വീണ്ടും സ്നേഹിക്കാം, വീണ്ടും അവനെ ആരാധിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.